ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവും. നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ആണല്ലോ കുറച്ചും കൂടി ഒരുങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇടുന്നത്. മോയ്സ്ചറൈസർ നമ്മൾ സ്കിൻ ടൈപ്പിന് ഏതാണോ അതിനനുസരിച്ചുള്ളൊരു മോയ്സ്ചറൈസർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ സ്കിന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണോ ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിന് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. നല്ല ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് ഒട്ടും ആർഭാടമുള്ള കാര്യമല്ല കേട്ടോ. മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അത് പറയാൻ കാരണം വെച്ചാൽ നമ്മളെ സ്കിന്നിനെ, ഫേസിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് പൊടിയൊക്കെ അടിക്കാണ്ട് നമ്മളെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അതുമാത്രമല്ല ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആക്കിയും വെക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്പ് ബാം ഇട്ടതിന് ശേഷം കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇത് കുറച്ച് ഓവറായി. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡയറക്റ്റ് നല്ല ഓവറായിട്ടുള്ളത്. അപ്പോൾ ഞാനതങ്ങ് തുടച്ച് കളഞ്ഞു. അതിനുശേഷം ഞാനൊരു കാജൽ വെച്ചിട്ട് കണ്ണെഴുതി കൊടുത്തു കേട്ടോ. കാജൽ ഏത് കാജലാണോ നിങ്ങളെ കയ്യിൽ, ഏത് കാജൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഏതാ കാജലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു കാജലാണ്. അപ്പോൾ കാജൽ വെച്ച് കണ്ണെഴുതി കൊടുത്തു. അതിനുശേഷം ഞാനൊരു നെക്ക് പീസാട്ടോ ഉപയോഗിക്കുന്ന. നെക്ക് പീസ് എന്ന് പറയുമ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ഒരു നെക്ക് പീസാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യുന്നത്, പിന്നെ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. മുടി സാധാ രീതിയിലാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. കാരണം എങ്ങനെയൊക്കെ കെട്ടണം എന്ന് വിചാരിച്ചാലും ഞാൻ സാധാരണ മെടഞ്ഞിട്ടതിന് ശേഷം മുന്നോട്ടിടുകയോ അല്ലെങ്കിൽ പുറകോട്ടിടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യലുള്ളൂ. പിന്നെ അല്ലാണ്ട് ചില ദിവസങ്ങളിൽ പരീക്ഷണങ്ങളൊക്കെ മുടിയിൽ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ട് കേട്ടോ. മടഞ്ഞിട്ടതിന് ശേഷം മുന്നോട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. മുടിയിൽ പല പരീക്ഷണം നടത്തണം എന്നൊരാഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ, പക്ഷെ എനിക്ക് അങ്ങനെ സാധിക്കലില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ പൊതുവേ വലിയ പൊട്ടാണ് കേട്ടോ വലിയ കറുത്ത പൊട്ട് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചെറിയ പൊട്ട് ഉപയോഗിച്ചാലാണെന്ന് വിചാരിച്ചിട്ട് മെറൂൺ കളറിലുള്ള ഒരു ചെറിയ പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുത്തത്. എപ്പോഴും ഒരേ പൊട്ട് തന്നെ തൊടുമ്പോൾ നമുക്കൊരു അങ്ങനെയാണ് മടുപ്പ് എന്നല്ല, എന്നാലും ചില ദിവസം നമുക്കൊരു വെറൈറ്റി ആക്കണം തോന്നുമല്ലോ, അന്നേരം ഒന്ന് മാറ്റി പിടിക്കും. അതിന് ശേഷം ഞാൻ ഒരു ഇയറിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇയറിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ സ്റ്റഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അധികവും ജുമുക്ക് ഉപയോഗിക്കലുണ്ട്. പിന്നെ ഇന്നിപ്പം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആട്ടോ. അപ്പോൾ ഇത് കുറച്ച് ആർഭാടായി പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ മറ്റേ ഒരു സ്റ്റഡ് ഉപയോഗിക്കുന്ന സ്റ്റഡ് ഇവിടെയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ